അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ക്ലാസ് 3 ഫിഖുൽ ഇസ്ലാമിലെ രണ്ടാം ഭാഗത്തിലെ ഒന്നാമത്തെ പാഠമാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അദ്ദർസ് അവ്വൽ അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും ഒരു തോട്ടത്തിലൂടെ പോവുകയായിരുന്നു. അപ്പോൾ രണ്ട് ഖബറുകളെ ചൂണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഖബറിലുള്ളവർ ശിക്ഷ അനുഭവിക്കുന്നു. ഒരാൾ മൂത്രിച്ചാൽ ശരിയായി ശുദ്ധീകരിക്കാറുണ്ടായിരുന്നില്ല, മറ്റൊരാൾ നമീമത്ത് പറയുമായിരുന്നു. അതിനാൽ വിസർജനം കഴിഞ്ഞാൽ ശരിയായി ശുദ്ധീകരിക്കണം, അദബുകൾ പാലിക്കണം, പാൻസ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉസ്താദ് പറഞ്ഞു. ഏതൊക്കെയാണ് അദബുകൾ? യൂനുസ് ചോദിച്ചു. ഉസ്താദ്, അള്ളാഹുവിൻ്റെ പേര്, മഹാത്മാക്കളുടെ പേരുകൾ, ഖുർആൻ പോലുള്ളവ എഴുതപ്പെട്ടത് മുതലായവ വിസർജന സ്ഥലത്തേക്ക് കൊണ്ടുപോവാതിരിക്കുക, പാദരക്ഷ ധരിക്കുക, തലമറക്കുക, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി എന്ന സിക്ർ ചൊല്ലുക, ഇടതുകാൽ വെച്ച് പ്രവേശിക്കുക മുതലായവയാണ് അദബുകൾ. എന്താണതിൻ്റെ അർത്ഥം? ആബിദ് ചോദിച്ചു. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. അള്ളാഹുവേ ആണ്. പെൺപിശാചുകളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഉസ്താദ് തുടർന്നു. ടോയ്ലറ്റിൽ വെച്ച് സംസാരിക്കാൻ പാടില്ല. വെള്ളം ഉപയോഗിച്ച് ഇടതു കൈ കൊണ്ട് ശൗചം ചെയ്യണം. വെള്ളമില്ലെങ്കിൽ എങ്ങനെ ശൗചം ചെയ്യും? സുഹൈൽ ചോദിച്ചു. വൃത്തിയാവുന്ന രീതിയിൽ നജിസ് വലിച്ചെടുക്കുന്ന കല്ല്, ടിഷ്യൂ പോലെയുള്ളത് കൊണ്ട് 3 തവണ നിബന്ധന പാലിച്ച് ശൗചം ചെയ്യണം. വലതു കാൽ വെച്ച് പുറത്തിറങ്ങുക. ശേഷം ഗുഫ്രാനക അൽഹംദുലില്ലാഹി ലസീ അസ്ഹബ അന്നി അസാ വഅഫാനി എന്ന സിക്ർ ചൊല്ലുക. അല്ലാഹുവേ, എന്നോട് പൊറുക്കണമേ, മാലിന്യം നീക്കി എനിക്ക് സുഖം നൽകിയ അല്ലാഹുവിന് സർവ്വസ്തുതിയും എന്നാണതിൻ്റെ അർത്ഥം. ഉസ്താദ് പറഞ്ഞു. ശൗചം ചെയ്തതിനു ശേഷം അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബി മിനൻ നിഫാഖി വഅഹ്സിൻ ഫർജി മിനൽ ഫവാഹിഷി എന്ന് ചൊല്ലുക. അല്ലാഹുവേ, കപട വിശ്വാസത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ, ദുഷ്പ്രവർത്തികളിൽ നിന്ന് എൻ്റെ ഫർജിനെ കാക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. അക്സറു അസാബിൽ ഖബരി മിനൽ ബൗലി. ഖബർ ശിക്ഷയിൽ അധികവും മൂത്ര ശുചീകരണം ശരിയാവാത്തത് കാരണമാണ്. ഇനി നമുക്ക് തിരുവാതിരയിലേക്ക് കടക്കാം. ഉത്തരം 1. നഖ്റു വനക്തുബ്. വായിക്കാനും എഴുതാനും. സ്വഹാബികൾ, അദബുകൾ, പിശാചുക്കൾ, പാദരക്ഷ, ഖബറുകൾ, വസ്തുക്കൾ, പ്രവർത്തികൾ, വിസർജനം. ഇവിടെ പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന വരികളിൽ ഇവിടെ കൊടുത്തതുപോലെ പകർത്തി എഴുതുക. കൂട്ടുകാർ ഇത് തെറ്റാതെ പകർത്തി എഴുതണം. പ്രഥമം 2. നക്തുബു സിക്ർ ഇൻദ ഹുലൂലിൽ ഹലാഇ വൽ ഖുറൂജി മിൻഹു. ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോഴും ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴും ചൊല്ലേണ്ട ദുആ. ബാത്റൂമിലേക്ക് കയറുമ്പോഴുള്ള ദുആ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി. ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ദുആ ഗുഫ്രാനക അൽഹംദുലില്ലാഹി ലസീ അസ്ഹബ അന്നി അസാ വഅഫാനി. പ്രഥമം 2. നക്തുബു ഫിക്ര. ക്വസ്റ്റ്യൻ 1. വിസർജന സ്ഥലത്ത് പാലിക്കേണ്ട അദബുകൾ. ആൻസർ. അള്ളാഹുവിൻ്റെ പേര്, മഹാത്മാക്കളുടെ പേരുകൾ, ഖുർആൻ പോലുള്ളവ എഴുതപ്പെട്ടത് മുതലായവ വിസർജന സ്ഥലത്തേക്ക് കൊണ്ടുപോകാതിരിക്കുക, പാദരക്ഷ ധരിക്കുക, തല മറക്കുക, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി എന്ന സിക്ർ ചൊല്ലുക, ഇടതു കാൽ വെച്ച് പ്രവേശിക്കുക മുതലായവയാണ് അദബുകൾ. ക്വസ്റ്റ്യൻ 2. ശൗചം ചെയ്യൽ. ആൻസർ. വിസർജനം കഴിഞ്ഞാൽ ശരിയായി ശുദ്ധീകരിക്കണം. വെള്ളം ഉപയോഗിച്ച് ഇടതു കൈ കൊണ്ട് ശൗചം ചെയ്യണം. വെള്ളമില്ലെങ്കിൽ വൃത്തിയാവുന്ന രീതിയിൽ നജസ് വലിച്ചെടുക്കുന്ന കല്ല്, ടിഷ്യൂ പോലെയുള്ളത് കൊണ്ട് 3 തവണ നിബന്ധന പാലിച്ച് ശൗചം ചെയ്യണം. ക്വസ്റ്റ്യൻ 3. ഖബർ ശിക്ഷ. ആൻസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഒരു തോട്ടത്തിലൂടെ പോവുകയായിരുന്നു. അപ്പോൾ 2 ഖബറുകളെ ചൂണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഖബറിലുള്ളവർ ശിക്ഷ അനുഭവിക്കുന്നു. ഒരാൾ മൂത്രിച്ചാൽ ശരിയായി ശുദ്ധീകരിക്കാറുണ്ടായിരുന്നില്ല, മറ്റൊരാൾ നമീമത്ത് പറയുമായിരുന്നു.
പ്രവർത്തനം 3 നക്തുബുൽ മാന. തന്നിരിക്കുന്ന ദുആയുടെ അർത്ഥമെഴുതുക. ഒന്നാമത്തെ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസി. അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവേശിക്കുന്നു, അള്ളാഹുവേ ആണ്. പെൺപിശാചുകളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഗുഫ്രാനക അൽഹംദുലില്ലാഹി ലസീ അസ്ഹബ അന്നി അസാ വഅഫാനി. ആൻസർ അള്ളാഹുവേ എന്നോട് പൊറുക്കണമേ, മാലിന്യം നീക്കി എനിക്ക് സുഖം നൽകിയ അള്ളാഹുവിന് സർവസ്തുതിയും എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രവർത്തനം 4 നസിൽ. ക്രമത്തിൽ എഴുതാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലാഹുമ്മ ത്വഹിർ കൽബി. അതിൻ്റെ ആൻസർ അല്ലാഹുമ്മ ത്വഹിർ കൽബി മിനൻ നിഫാഖി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വഹസിൻ ഫർജി മിനൽ ഫവാഹിഷ്. 3 അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. മൂന്നാമത്തേന് നേരെ മിനൽ ഖുബുസി വൽ ഖബായിസി. 4 അൽഹംദുലില്ലാഹി ലസീ അസ്ഹബ. അതിൻ്റെ നേരെ അന്നി അസാ വഅഫാനി. അതിൽ ഒന്നാമത്തതിൻ്റെ ആൻസർ ഇവിടെ, രണ്ടാമത്തേൻ്റെ ആൻസർ മുകളിലുള്ളത്, മൂന്നാമത്തേൻ്റെത് അവസാനമുള്ളത്, നാലാമത്തേത് ഇത്. ഇപ്പോൾ ഈ പാഠത്തിൻ്റെ എല്ലാ തദ്രീബാത്തും അവസാനിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.